ദൈവകരുണയുടെ തണലിൽ പാർക്കുവാൻ ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് ദാനം ചെയ്തതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിച്ച് നമ്മളെ ശക്തരാക്കേണ്ടതിന് നമ്മുടെ ഈ തനിമയിലേക്ക് എന്ന ഈ പഠനത്തിൽ കൂടെ ദൈവം നമ്മളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. നാം ആർക്കുള്ളവരാണ്? എൻ്റെ കാര്യത്തിൽ ആരും ഇടപെടേണ്ട, എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, എന്നെ ഉപദേശിക്കാൻ ആരും വരേണ്ട എന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ മനോഭാവം. നാം വായിച്ച ഈ ഭാഗം 1 കൊരിന്ത്യർ 6:19 പറയുക, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ടിനി താന്താങ്ങൾക്കുള്ളവർ അല്ല, പിന്നെ ആർക്കുള്ളവരാണ്? ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. ഒരു വലിയ രഹസ്യത്തിൻ്റെ കെട്ടഴിച്ചു തരികയാണ് ദൈവവചനം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് നമുക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ ദാനമായ പരിശുദ്ധാത്മാവിന് വസിക്കുവാനുള്ള മന്ദിരമാണ് നമ്മുടെ ശരീരം എന്നുള്ളത് നാം ഓർത്തിരിക്കുന്നത് ദൈവവിഷയമായി നാം സമ്പന്നരാകുവാൻ നമ്മളെ സഹായിക്കുന്നൊരു ഘടകമാണ്. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രയാസം വന്നാൽ ഉടനെ നാം ദൈവത്തോട് പ്രാർത്ഥിക്കും. ദൈവഹിതമേ എങ്കിൽ എൻ്റെ ഈ മുറിവ്, എൻ്റെ രോഗം, എൻ്റെ പ്രയാസം മാറ്റിത്തരയണമേ എന്ന് ആത്മാർത്ഥമായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നവരാണ് നാം ഓരോരുത്തരും. മറ്റുള്ളവരുടെ പ്രാർത്ഥനയും നാം അപേക്ഷിക്കുന്നവരാണ്. എന്നാൽ പലപ്പോഴും നമ്മൾ അവഗണിച്ച് കളയുന്നൊരു സത്യമുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതായത് ദൈവത്തിൻ്റെ ദാനമായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു തരികയാണ്, 16-ാം അധ്യായത്തിൽ പറഞ്ഞു തരുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് ഒരുവരിൽ വസിക്കുന്നുവെങ്കിൽ പാപബോധമുള്ളവനായിത്തീരുന്നു. ദൈവത്തിൻ്റെ നീതിയെക്കുറിച്ച് ബോധമുള്ളവനായി തീർന്നു. ഇനി ഒരു ന്യായവിധി വരുവാനുണ്ട്. നമ്മുടെ ഓരോരുത്തരും അവനവൻ്റെ പ്രവർത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കപ്പെടും. അതും ഒരു സത്യമാണ്. അത് പരിശുദ്ധാത്മാവ് നമ്മൾ ക്രിയ ചെയ്യുമ്പോൾ മാത്രമേ നമ്മളതേക്കുറിച്ച് ബോധമുള്ളവരാകുകയുള്ളൂ. നാം എങ്ങനെയാണ് താന്താങ്ങൾക്കുള്ളവർ അല്ലാത്തവരാകുന്നത്? അടുത്ത വാക്യത്തിൽ പറയുകയാണ്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയവരാ. എല്ലാവരും വിലയ്ക്ക് വാങ്ങിയവരാണ്. ആ ഒരു സത്യമാണ് നാം അവഗണിച്ച് കളയുന്നത്. നാം നല്ലവരെ, ബാക്കിയുള്ളവരൊക്കെയും മോശക്കാർ എന്നാൽ സാധാരണ ഒരു വ്യക്തിയുടെ ഒരു ചിന്താഗതി. വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന കർത്താവ് എല്ലാവർക്കും ഒരേ വിലയാണ് കൊടുത്തത്. തൻ്റെ സ്വന്തം ശരീരവും തൻ്റെ രക്തവും.
അതിനെ വിലയ്ക്ക് ആ വിലയ്ക്ക് വാങ്ങിയിരിക്കും. തൻ്റെ ശരീരവും രക്തവും കൊടുത്ത്, തൻ്റെ ജീവനെ കൊടുത്ത്, നല്ല ഇടയൻ തൻ്റെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. തൻ്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങി വരാം. നമ്മിൽ ആരും വില കുറഞ്ഞവരല്ല. കർത്താവ് കൂടിയ വില കൊടുത്ത് ചിലരെ വാങ്ങിയെന്നോ തീരെ വില കുറഞ്ഞവരായി കണ്ട് കുറഞ്ഞ വില കൊടുത്ത് മറ്റു ചിലരെ വാങ്ങിയെന്നോ ഒരു വിവേചനവും നമുക്ക് വേണ്ട. എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയവരാ. പാപത്തിൻ്റെ തോത് മാറും എന്ന് നമ്മുടെ സമാധാനത്തിന് വേണ്ടി പറയും. എങ്കിലും ദൈവദൃഷ്ടിയിൽ, ദൈവവചനപ്രകാരം എല്ലാവരും ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒരേ വിലയാണ് കൊടുത്തിരിക്കുന്നത്, യേശു ക്രിസ്തുവിൻ്റെ ജീവൻ. ആ ജീവൻ കൊടുത്ത് വാങ്ങിയവരാണ് നാം ഓരോരുത്തരും. ആ ഒരു കാഴ്ചപ്പാടാണ് നാം തമ്മിൽ കാണേണ്ടതും, വിശ്വാസികൾ തമ്മിൽ കാണേണ്ടതും ആ കാഴ്ചപ്പാടിൽ കൂടിയാണ്. നാം വഴിയിൽ കൂടി പോകുമ്പോൾ ചിലപ്പോൾ മദ്യപിച്ച് ബോധം കെട്ട് അസഭ്യം പറഞ്ഞ് നടക്കുന്നവരെ കാണും. അവർക്ക് വേണ്ടിയും കർത്താവ് തൻ്റെ ജീവനെ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയവരാ. പക്ഷേ ആത്മാവിനെ അളവുകൂടാതെ തരുന്ന ദൈവത്തിൽ നിന്നും ആ വ്യക്തി അയാളുടെ സാഹചര്യം കൊണ്ടോ മറ്റോ ആ അളവില്ലാതെ തരുന്ന ആത്മാവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം ഹൃദയം വികസിച്ചിട്ടില്ല, ഹൃദയം വലുതായിട്ടില്ല. നമ്മുടെ ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. നീ എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുമ്പോൾ ഞാൻ നിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടും. ഹൃദയ വിശാലത കൈവന്നിട്ടില്ല. ഇന്ന് നമ്മുടെ ഈ തലമുറയ്ക്ക് ആവശ്യമായിരിക്കുന്നത് ഹൃദയ വിശാലതയാണ്. എന്തിനു വേണ്ടിയുള്ള ഹൃദയ വിശാലതയാണ്? ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടുവാൻ തക്കവണ്ണം ജ്ഞാനവും വിവേകവും പ്രാപിക്കുവാനുള്ള ഹൃദയവിശാലത. ദൈവത്തിൻ്റെ കൽപ്പനകളുടെ വഴിയിൽ ഓടുമ്പോൾ ജീവിതത്തിന് ലഭിക്കുന്ന സൗഭാഗ്യങ്ങൾ ദൈവവചനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. എല്ലാ ഐശ്വര്യങ്ങളും അവരുടെ തലമുറകളും എല്ലാം അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ തക്കണം അവർ ശക്തരാകും. ജീവിതത്തെ വിവേകത്തോടുകൂടെ കൈകാര്യം ചെയ്യുവാൻ അവർ പ്രാപ്തരാകും. ദൈവം ആണ് ഹൃദയങ്ങളെ വിശാലമാക്കേണ്ടത്. അതിനായി നാം ദൈവത്തെ അനുവദിക്കുക. നമ്മുടെ ഹൃദയം വിശാലമാകുന്നില്ല എങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവിന് അല്പമായി മാത്രമേ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുവാൻ സാധ്യമാകുന്നുള്ളൂ. എന്നാൽ ഹൃദയം വിശാലമാകുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തിയോടെ നമ്മിൽ ആവസിക്കുവാൻ ഇടയാകും. ഈ നോയമ്പ് കാലത്ത് നമുക്ക് പ്രാർത്ഥിക്കുവാനുള്ളത്, ദൈവമേ, നിൻ്റെ പരിശുദ്ധാത്മാവ്, അളവുകൂടാതെ തരുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ പൂർണ്ണ അളവിൽ വസിക്കുവാൻ തക്കവണ്ണം, പൂർണ്ണ അളവിൽ ക്രിയ ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയത്തെ വിശാലമാക്കണമേ. എൻ്റെ ഹൃദയത്തെ വിശാലമാക്കുന്നതിൽ നിന്നും എന്നെ തടസ്സപ്പെടുത്തുന്ന എൻ്റെ സ്വാർത്ഥത, എൻ്റെ അസൂയ, മറ്റുള്ളവരെക്കുറിച്ചുള്ള വിചാരമില്ലായ്മ, ഇങ്ങനെയുള്ള എൻ്റെ കുറവുകളെയൊക്കെയും എന്നിൽ നിന്നും മാറ്റി എല്ലാവരും സമന്മാരാണ്, ദൈവദൃഷ്ടിയിൽ സമന്മാരാണ്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് ദൈവം നമ്മെ ആക്കിയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവകൃപയെ പ്രാപിച്ച് ദൈവവിഷയമായി സമ്പന്നരാകുവാൻ കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മളെ എല്ലാവരെയും കർത്താവ് വിലയ്ക്ക് വാങ്ങിയവരാണ്.
അതുകൊണ്ട് ഇനി നമ്മളാരും അവനവന് വേണ്ടി ജീവിക്കുവാനുള്ളവരല്ല. എൻ്റെ കാര്യം ഞാൻ നോക്കിയില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുന്നത്? അതാണ് പലരുടെയും വാദഗതി. എൻ്റെ കാര്യം നോക്കുവാൻ കർത്താവ് ജീവിച്ചിരിക്കുന്നു. അവനിന്ന് ശക്തനാണ്. അവൻ ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്നവനാണ്. നാം അടുത്ത പടി പോലും നാം അറിയുന്നില്ല. നമ്മുടെ കാര്യം നാം നോക്കുവാനായിട്ട് തത്രപ്പെടുമ്പോൾ നമുക്ക് ഓർക്കാം, ആരംഭത്തിൽ തന്നെ അവസാനത്തെ അറിയുന്ന ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് സമർപ്പിക്കാം. ദൈവം നമ്മളെ മെനഞ്ഞ് വാർത്തെടുത്ത് ശുഭകരമായ ഭാവിയിലേക്ക് നമ്മളെ നടത്തേണ്ടതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. അവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത് ശരീരം കൊണ്ടാണ്. നമ്മുടെ സ്നേഹപ്രകടനങ്ങളെ കൂടെ, ദാനധർമ്മങ്ങളെ കൂടെ, നമ്മുടെ വിവിധ മനോഭാവങ്ങളിൽ കൂടെ, മറ്റുള്ളവരോട് സഹതാപം കാണിക്കുന്നതിൽ കൂടെ, മറ്റുള്ളവരുടെ അനുകമ്പ കാണിക്കുന്നതിൽ കൂടെ, മറ്റുള്ളവരുടെ ആവശ്യ നിവൃത്തിക്കായി നാം എടുക്കുന്ന എഫർട്ടിൽ കൂടെ ഒക്കെയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോയമ്പിൻ്റെ കാലയളവിൽ നമ്മെ സഹായിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം.